നഖം കടിച്ചുകൊണ്ട് പവി വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. ഒടുവിൽ സെമിനാർ ഹാളിന് മുന്നിലെത്തിയതും അവൾ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. സെമിനാർ ഹാളിൻ്റെ ഡോർ അടഞ്ഞു കിടപ്പാണ്. പക്ഷേ അകത്തു നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ശബ്ദമുണ്ടാക്കാതെ ജനാലയുടെ അരികിൽ ചെന്ന് നിന്നു. അടഞ്ഞു കിടക്കുന്ന ജനാല ചെറുതായി തുറന്ന് അകത്തെ കാഴ്ചകളിലേക്ക് എത്തിച്ചു നോക്കി. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 10-20ഓളം പേരുണ്ടാവും. കൂട്ടത്തിൽ ആതിരയും നന്ദുവും ഉണ്ട്. അവൾ ഒന്നുകൂടെ ഏന്തി വലിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവൾ പ്രതീക്ഷിച്ച ആളെ മാത്രം കാണാൻ പറ്റിയില്ല. ചില്ലു പറഞ്ഞതാണല്ലോ സിദ്ധു ആതിരയും നേർക്ക് നേരെ നിന്ന് ഡയലോഗ് പറയുന്നുണ്ടെന്നും ഡയലോഗ് കേട്ടിട്ട് ചന്ദ്രികയും രമണനും ആവാനാണ് സാധ്യതയെന്നും കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഞാനുള്ളപ്പോൾ ആതിര ചന്ദ്രിക ആവണ്ട. പുല്ല്. കമ്പ്യൂട്ടർ സയൻസിന് ചേർന്നാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ അവരുടെ നാടകത്തിൽ ഞാൻ ചന്ദ്രിക ആയേനെ. ഷോ, ഓരോന്ന് പറഞ്ഞുകൊണ്ട് പവി അകത്തേക്ക് നോക്കുന്നുണ്ട്. ആ നേരത്താണ് സിദ്ധു മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ജനാലയിൽ കൂടി എത്തി നോക്കുന്ന പവിയെ കണ്ടപ്പോൾ ആദ്യം അവന് ചിരിയാണ് വന്നത്. ചിരി കടിച്ചു പിടിച്ചു അവളുടെ അരികിലേക്ക് നടന്നു. അവൻ പിന്നിൽ നിന്നും മെല്ലെ തോണ്ടിയതും അവളത് കാര്യമാക്കാതെ പിന്നെയും അകത്തേക്ക് നോക്കുന്നുണ്ട്. ഹലോ എന്നുള്ള അവൻ്റെ വിളി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കുന്നത്. പിന്നെ നിൽക്കുന്ന സിദ്ധുവിനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ നിന്ന് പരങ്ങി. എന്താ ഇവിടെ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. നീ എന്താ ഇവിടെയെന്ന്? ഞാൻ ചുമ്മാ ഇതുവഴി വന്നപ്പോൾ അവൾ പരങ്ങലോടെ പറഞ്ഞു. നീ എന്തിനാ ഇതുവഴി വരുന്നേ? അവൻ പിന്നെയും ചോദിച്ചു. എനിക്കെന്താ ഇതുവഴി വന്നൂടെ? വരാം, പക്ഷേ ഒളിഞ്ഞു നോക്കിയതേ ശരിയായില്ല. ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല. ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇല്ലേ? എന്നാ എനിക്ക് തോന്നിയതായിരിക്കും, അവൻ പറഞ്ഞു. നീ നീ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ? പവി അഭിമാനം പണയം വെച്ചുകൊണ്ട് ചോദിച്ചു. യെസ്, ഉണ്ടല്ലോ. ആരാ ഹീറോയിൻ? അതെന്തിനാ നീ അറിയുന്നത്? നമ്മൾ തമ്മിൽ പിരിഞ്ഞതല്ലേ. അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് ചൊറിഞ്ഞു വന്നു. പിന്നെ ഒരുവിധം നിയന്ത്രിച്ചു. അതെ, ആതിര ഹീറോയിനായി വേണ്ട. വേണേൽ നന്ദു ആയിക്കോട്ടെ. ഹേയ്, നന്ദു ശരിയാവില്ല. നാടകത്തിലാണെങ്കിലും സഹോദരിയെ കാമുകയെ കാണാനായി നല്ല ബുദ്ധിമുട്ടുണ്ട്. അവൾ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പ്രേമം വരത്തില്ല. അപ്പോൾ പ്രണയമാണോ തീം? പ്രണയമാണോന്നോ? ഞാൻ അവളെ കെട്ടിപ്പിടിക്കുന്ന സീൻ വരെയുണ്ട്. ഇത്തവണ പവിയുടെ മുഖം വീർത്തു. ഞാനായി ഡ്രാമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള സീനൊക്കെയും ഞാൻ ആഡ് ചെയ്യും. ചിലപ്പോൾ അതൊക്കെ മേലേക്ക് ഉണ്ടാകും. ഞാനാണല്ലോ ഡയറക്ടർ. ഓ, വലിയ ഡ്രാമ മാസ്റ്റർ വിക്രം വന്നിരിക്കുന്നു. ഞാൻ പോണു. എനിക്കും അറിയാം നാടകത്തിൽ അഭിനയിക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെയും എന്നും പറഞ്ഞവൾ ചവിട്ടി തുള്ളി പോകുന്നത് സിദ്ധു ചെറിയാലെ നോക്കി നിന്നു. ഇനി പറഞ്ഞതുപോലെ ചെയ്തു കളിയോ എന്നും പറഞ്ഞ് സിദ്ധു അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചു. ക്ലാസ്സിലേക്ക് തിരിച്ചെത്തിയ പവി ആകെ ദേഷ്യത്തിലായിരുന്നു. കണ്ട എന്നുള്ള ചില്ലുവിൻ്റെ ചോദ്യം കേട്ട് പവി മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവളെ രൂക്ഷമായി നോക്കി. പിന്നെ നേരെ ഷാനുവിൻ്റെയും വിക്കിയുടെ അരികിൽ ചെന്നു ഇരുവരെയും മാറി മാറി നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അവർ ചോദിച്ചു. അത് പിന്നെ നമുക്കേ ഈ ഡ്രാമ പ്രാക്ടീസ് ചെയ്താലോ? ഏത് ഡ്രാമ? എന്ത് ഡ്രാമ? ഇരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. നമ്മൾ ആർട്സ് ഡേക്ക് കളിക്കുന്ന ഡ്രാമ. അതിന് സ്ക്രിപ്റ്റ് എവിടെ? സ്ക്രിപ്റ്റ് ഒന്നും തൽക്കാലം വേണ്ട. ഞാനൊരു സീൻ പറയാം, അതുപോലെ നീ ചെയ്താൽ മതി. വിക്കിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പവി പറഞ്ഞു. ഞാനും നീയും പ്രണയാതുരരായി. പവി പറഞ്ഞു തുടങ്ങി. എന്തുരരായി എന്നാ പറഞ്ഞ്? അതിനിടയിൽ കയറി വിക്കി ചോദിച്ചു. എടാ, പ്രണയാതുരരായി മീൻസ് റൊമാൻറ്റിക് ആയിന്ന്. ഓ, എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ. നമുക്ക് പിന്നെ ഈ പ്രണയമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ആ തുരയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, യു കണ്ടിന്യൂ. വിക്കി പറയുന്നത് കേട്ട് ഷാനുവും ചില്ലും ചിരിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മളെ പ്രണയാതുരരായി പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. എന്നിട്ടേ ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നു. പവി ബാക്കി പറഞ്ഞു തുടങ്ങി. എന്താടി നിനക്ക് വയ്യേ? വിക്കി ഒരു ഇനത്തിൽ ചോദിച്ചു. എടാ, നിനക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പറ. ഇല്ലല്ലേ, ഞാൻ രാഹുലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. പവി പറഞ്ഞത് കേട്ട് ഇവൾക്കിതെന്താ പറ്റിയത് എന്ന പോലെ ചില്ലുവും ഷാനും വിക്കിയും പരസ്പരം നോക്കുന്നുണ്ട്. ശരി, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ നീ പറഞ്ഞ അത്രയ്ക്ക് തുര പറ്റില്ല. എന്നിട്ട് വേണം സിദ്ധുവേട്ടൻ എനിക്കിട്ട് പൊട്ടിക്കാൻ.
എന്നും പറഞ്ഞ വിക്കി പവിക്ക് നേരെ മുന്നിൽ വന്ന് നിന്നു. ഇരുവരും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി. എൻ്റെ കൊച്ചു മുതലാളി, പവി കറുത്തമ്മ സ്റ്റൈലിൽ അങ്ങ് പറഞ്ഞു തുടങ്ങി. കറുത്തമ്മ, വിക്കി തിരികെ എക്സ്പ്രഷൻ വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. വിക്കിയുടെ ആ റൊമാൻറ്റിക് എക്സ്പ്രഷൻ കണ്ടു പശു ചാണകയിടുന്ന എക്സ്പ്രഷനുമായി ഉപമിച്ചു ഷിലുവും ഷാനുവും ചിരിക്കുന്നുണ്ട്. ആ നേരത്താണ് സിദ്ധു അങ്ങോട്ട് വരുന്നത്. വിക്കിയുടെയും ഷാനുവിൻ്റെയും കണ്ണും കണ്ട് നോക്കിയിരിപ്പ് കണ്ട് സിദ്ധു ഒരു നിമിഷം നോക്കിയിരുന്നു. കറുത്തമ്മ, വരൂ, നമുക്ക് കെട്ടിപ്പിടിക്കാം, വിക്കി പവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കൊച്ചു മുതലാളി, കണ്ണുകൾ കൊണ്ട് എക്സ്പ്രഷൻ ഇട്ട് പവി പറഞ്ഞു. പവി വിക്കിയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങവേ സിദ്ധു കാറ്റിലും വേഗത്തിൽ അവളുടെ അരികിലേക്ക് ഓടി. വിക്കി പവിയെ കെട്ടിപ്പിടിക്കും മുൻപ് സിദ്ധു അവളെ കെട്ടിപ്പിടിച്ചിരുന്നു. എൻ്റെ കറുത്തമ്മ, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എൻ്റെ കറുത്തമ്മയില്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ലെന്ന് അറിഞ്ഞൂടെ? ഇതുവരെ നമ്മൾ ഒരുമിച്ചായിരുന്നു, ഇന്നിപ്പോൾ ഞാൻ തനിച്ച. കറുത്തമ്മ പോയാലും ഞാൻ ഈ കടാപ്പുറത്ത് കാണും. ഞാനെന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്തോർത്ത് ഉറക്കെ ഉറക്കെ പാടും. അങ്ങനെ ഞാനിവിടെ കിടന്ന് ചങ്ക് പൊട്ടിച്ചാവും. സിദ്ധു അവളെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞതും തമാശ രൂപത്തിൽ അവൻ പറയുന്നത് അവൻ്റെ ഉള്ളിലെ സങ്കടങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിനു മുൻപ് എൻ്റെ ജീവൻ പറന്ന് പറന്ന് ഇവിടെ എത്തും. പവിയുടെ ഹൃദയം മന്ത്രിച്ചു. ക്ലാസ്സിൽ കൂട്ടുച്ചിരി മുഴകി. പവി ആ നിമിഷം അവനിൽ നിന്ന് അടർന്നു മാറി കൃത്രിമ ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലേ കറുത്തമ്മ, ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോവും. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഇവിടെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുക. ആണോ കറുത്തമ്മ? പവി അവൻ പുച്ഛിച്ചു. മോനെ വിക്കി, ഈ നാടകം ഈ ചട്ടിയിൽ വേവത്തില കേട്ടോ, മോൻ മാറ്റിപ്പിടി എന്നും പറഞ്ഞു സിദ്ധു നടന്നു നീങ്ങവേ പവി അവൻ്റെ പോക്ക് നോക്കി നിന്നു. കറുത്തമ്മ, IW ഡോറിനരികിലെത്തിയ സിദ്ധു പറഞ്ഞു. ഇതേസമയം അക്ഷയ് ബായുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൺമുന്നിൽ വന്നു പോകരുതെന്ന്, പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ എന്നെ കാണാൻ വന്നത്? ബായ് ദേഷ്യത്തോടെ അക്ഷയ്ക്ക് നേരെ ചീറി. ബായ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ശരിയാണ്, എനിക്ക് തെറ്റുപറ്റി, അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട്. അക്ഷയ് ഇത് പറഞ്ഞതും അയാളിൽ പുച്ഛം നിറഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ആഞ്ഞൊരു ശ്വാസം എടുത്തുകൊണ്ട് ബായ് ചോദിച്ചു. അക്ഷയ് തൻ്റെ ഫോണിൽ നിന്നും സിദ്ധുവും പവിയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ അയാൾക്ക് കാട്ടിക്കൊടുത്തതും അയാൾ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കി. അയാളുടെ മുഖഭാവം മാറുന്നത് അക്ഷയ് നിഗൂഢമായ ചിരിയോടെ നോക്കി നിന്നു. ഇത് സിദ്ധുവിൻ്റെ വൈഫാണ്. ബായ് അന്വേഷിക്കുന്നത് ഈ പെണ്ണിനല്ലേ? സിദ്ധുവിൻ്റെ വൈഫ് എന്ന് കേട്ടതും ബായ് ഞെട്ടലോടെ അക്ഷയെ നോക്കി. ബായ് കരുതും പോലെ സിദ്ധു അവളെ ബായ്ക്ക് മുന്നിൽ എത്തിക്കാനൊന്നും പോണില്ല. അവളെന്ന് വെച്ചാൽ സിദ്ധുവിന് ജീവനാണ്. ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി സിദ്ധു ബായെ കൊല്ലാൻ വരെ മടിക്കില്ല. അക്ഷയുടെ വാക്കുകൾ ബായെ ഞെട്ടിച്ചു. അയാളുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. ബായ് ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവളെ ഞാൻ ബായുടെ മുന്നിൽ എത്തിക്കാം. ബായ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. കഴിഞ്ഞതൊക്കെ ബായ് മറക്കണം. എന്തിനും ഞാനുണ്ടാവും കൂടെ. അക്ഷയ് പറഞ്ഞത് കേട്ടതും ബായ് അക്ഷയുടെ തോളിൽ തട്ടി. അയാളുടെ മുഖത്ത് ഒരുതരം ചിരി വിരിഞ്ഞു. അക്ഷയുടെ മുഖത്താണെങ്കിൽ വിജയച്ചിരിയും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ചില്ലുവും പവിയും പോവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ആ നേരത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത്. ഓമിപ്പോൾ ഇങ്ങോട്ട് വരുമെന്നും നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ താൻ പോസ്റ്റാൻ വേണ്ടി വരില്ലല്ലോ എന്നും അവന് വന്നിട്ട് പോയാൽ പോരെ എന്നും നന്ദു പറഞ്ഞതും ഇരുവരും സമ്മതം മൂളി. മൂവരും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ മൂവരും ഫോണിൽ കുത്തുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇത് പിന്നെയും ഈ ഗിവ് അവേ തട്ടിയിട്ടേ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എങ്കിലോ ഒരെണ്ണം പോലും നമുക്ക് കിട്ടുമോ? എവിടെന്ന്? സംസാരത്തിനിടയിൽ ഫോണിൽ കുത്തുന്ന ചില്ലു പറഞ്ഞു. അതിനിടയിൽ ഓം അങ്ങോട്ട് വന്നു. അവൻ്റെ കണ്ണുകൾ പവിയിലേക്ക് നീണ്ടതും പവി മനഃപൂർവ്വം നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പവി, നിങ്ങൾ വന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണം. ഓം പറഞ്ഞത് കേട്ടതും അവൻ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നോർത്ത് അവളുടെ നെഞ്ചിടിപ്പ് ഏറി വന്നു. ഓം പവിയുമായി അല്പം മാറി നിന്ന് സംസാരിച്ചു. പവി, നീയും സിദ്ധുവും തമ്മിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ലല്ലോ, പവി മറുപടി പറഞ്ഞു. പിന്നെന്തിനാ നീ വീട്ടിൽ പോയി താമസിക്കുന്നത്? അവൻ ചോദിച്ചു. തനിക്ക് പലരിൽ നിന്നും ഈ ചോദ്യം ഉയരാം എന്നറിവുള്ളത് കൊണ്ട് അവൾ അതിന് നേരത്തെ തന്നെ ഒരു ഉത്തരം കണ്ടെത്തിയിരുന്നു. എൻ്റെ ഏട്ടാ, ഞാൻ അവനും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ അവൻ പഠിപ്പിലുഴപ്പും. അതുകൊണ്ട് ചുമ്മാ ഞാനൊരു കാരണം ഉണ്ടാക്കി വീട്ടിൽ വന്ന് നിന്നതാ. അവന് ഏട്ടനോട് ഇക്കാര്യം പറഞ്ഞായിരിക്കും അല്ലേ? ഹേയ്, അവനെന്നോടൊന്നും പറഞ്ഞില്ല. നന്ദു പറഞ്ഞപ്പോഴാ ഞാനിക്കാര്യം അറിയുന്നത്. നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ അല്ലേ? അല്ലാതെ
വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന്. ഏട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ഈ ഏട്ടനോടായിരിക്കും. പവി പറഞ്ഞത് കേൾക്കവേ ഓമിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. തങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് വരികയായിരുന്നു സിദ്ധുവും ഫ്രണ്ട്സും. ഓമും പവിയും സംസാരിക്കുന്നത് ശ്രദ്ധിച്ച സിദ്ധുവിൻ്റെ ബൾബ് ചെറുതായി മിന്നി. എടാ തേജു, നിനക്കേ ചിലങ്കയുമായി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തരട്ടെ? സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് തേജ ഇവരെന്തായി പറയുന്നത് എന്ന പോലെ അവനെ നോക്കി. ടൈം സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയാൽ കൊള്ളാമെന്ന് തേജയുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാണ്. എടാ, നീ പോയി ചിലങ്കയുടെ സ്കൂട്ടിയുടെ പിറകിലിരുന്നോ, അവള് നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും, സിദ്ധു പറഞ്ഞു. അപ്പോൾ പല്ലവിയോ? തേജ ചോദിച്ചു. നിനക്ക് വേണ്ടി അവളെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം എന്നുള്ള സിദ്ധുവിൻ്റെ ആ നല്ല മനസ്സ് കണ്ട് കൂട്ടുകാരനാലും വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. ഓ, എനിക്ക് വേണ്ടിയല്ലേ, അല്ലാതെ നിനക്ക് അവളെ ബൈക്കിലിരുത്തി കൊണ്ടുപോകണം എന്നുണ്ടായിട്ടല്ല അല്ലേ? തേജ കളിയാക്കി. കിട്ടിയ അവസരം തേജയും മുതലാക്കി അവൻ ചില്ലുവിനരികെ ചെന്ന് തന്നെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. ജോണിൻ്റെ ഇടപെടൽ മൂലം അവൾക്ക് നിഷേധിക്കാൻ തോന്നിയില്ല. പവിയെ സിദ്ധു ഡ്രോപ്പ് ചെയ്തോളും എന്ന് തേജ പറഞ്ഞതും ചില്ലു അവനെ പിറകിലിരുത്തി നന്ദുവിനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. അവരുടെ ആ പോക്ക് നോക്കി നിന്ന നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി സ്ഥാനം പിടിച്ചു. തേജയും ചില്ലുവും പെർഫെക്റ്റ് മാച്ചാണെന്ന് അവൾക്ക് തോന്നി. കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ അവൾ അവരുടെ പോക്ക് നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് ഓം ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല എന്നും പറഞ്ഞവൾ അവനൊരു പുഞ്ചിരി കൈമാറി. എന്നാ നമുക്ക് പോയാലോ? ഓം നന്ദുവിനോട് പറഞ്ഞു. അയ്യോ, ചില്ല് പോയോ? അപ്പോൾ ഞാനെങ്ങനെ പോവും? പവി നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അതിനല്ല മുത്ത ചേട്ടൻ ഇവിടെ ഉള്ളത് എന്നും പറഞ്ഞ് സിദ്ധു തൻ്റെ ബൈക്കുമായി പ്രത്യക്ഷപ്പെട്ടു. ഓം അവിടെ ഉള്ളതുകൊണ്ട് പവിക്ക് നിഷേധിക്കാനായില്ല. ഓം പോകുന്നതിന് മുൻപായി സിദ്ധു പവിയെ ബൈക്കിൽ കയറ്റി അവിടുന്ന് പോയി. ഇല്ലെങ്കിൽ അവൾ തൻ്റെ കൂടെ വരാൻ കൂട്ടാക്കില്ലെന്ന് അവനറിയാമായിരുന്നു. ചില്ലുവിനോട് ഒട്ടിച്ചേർന്ന് നിന്ന് അവളുടെ വയറിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് തേജ. അതിനിടയിൽ അവളുടെ മുടിയിലെ ഗന്ധം അവൻ ആഞ്ഞു ശ്വസിക്കുന്നുണ്ട്. ഏത് ഷാമ്പുവാ ഉപയോഗിക്കുന്നത്? നല്ല മണം. തേജ പറയുന്നത് കേട്ട് അവളിൽ ചിരി വിരിഞ്ഞു. സിദ്ധു പവിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. തന്നിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചിരുന്ന പവിയവൻ മിററിൽ കൂടി നോക്കി നിന്നു. അതെ, ഇങ്ങനെ അകന്നിരിക്കാൻ എനിക്ക് മാറാ രോഗമൊന്നുമില്ല എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ടതായി നടിക്കാതെ അവൾ മിണ്ടാതിരുന്നു. അന്നേരം സിദ്ധു അവളുടെ കൈയെടുത്ത് തൻ്റെ വയറിന് മീതെയായി വെച്ചതും പവി ആ കൈ പിൻവലിച്ചു. അവൻ വിടാൻ ഒരുക്കമല്ലായിരുന്നു. അവൻ വീണ്ടും അതുപോലെ ചെയ്തു. അവൾ പിന്നെയും കൈയെടുത്തു മാറ്റി. ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു. ഡ്രൈവിങ്ങിൽ നിന്നും ശ്രദ്ധ തെറ്റി ഇനിയിപ്പോൾ അവൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാലോ എന്ന് കരുതി അവൾ പിന്നെ തൻ്റെ കൈ പിൻവലിക്കാൻ നിന്നില്ല. അതിനിടയിൽ അവൻ മുന്നിൽ കണ്ട കുണ്ടിലും കുഴിയിലും വണ്ടിയിടാനും മറന്നില്ല. പവി, നമുക്കൊരു ചായ കുടിച്ചാലോ? അവൻ ചോദിച്ചു. ഈയിടെ നിന്റെ ചായ കൂടി കൂടുന്നുണ്ട്. പ്ലീസ്, ഇനിയിപ്പോൾ കുറച്ചു നേരം മാത്രമേ നമ്മൾ ഒരുമിച്ചുണ്ടാവുള്ളൂ. പിന്നെ നീ നിൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലുമായിരിക്കും. അവനത് പറയവേ അവൾക്കും നിഷേധിക്കാൻ തോന്നിയില്ല. അവൾക്കും അവനെ വിട്ടകലാൻ പറ്റാത്തതുപോലെ പുറമേ ജാട കാണിക്കുന്നുണ്ടെങ്കിലും അവനിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോഴാണ് താൻ അവനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ ചിന്തിക്കുന്നത്. സിദ്ധു വണ്ടി ഒരു തട്ടുകടയ്ക്ക് മുന്നിലെത്തി. മൗനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇരുവരും ചായ കുടിച്ചു. സിദ്ധുവിൻ്റെ കണ്ണുകൾ അവളിൽ മാത്രം ഒതുങ്ങി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും പവി അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. പവി, എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് കാര്യമായിട്ടോ. നീ കൂടിയില്ലെങ്കിലേ പിന്നെ ഞാനില്ല. നീയാണ് സത്യം. ഈ ജീവിതം തന്നെ അങ്ങ് ഞാൻ തീർത്ത് കളയും. സിദ്ധു അത് പറയവേ അവളുടെ ഉള്ളൊന്ന് പിഴഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞ പവി അവനോടൊന്ന് പറയുക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു. ശേഷം അതുവഴി വന്ന ബസ്സിൽ കൈ കാണിച്ചു നിർത്തി അതിൽ കയറിപ്പോയി. അവളുടെ പ്രവൃത്തി സിദ്ധുവിൽ ദേഷ്യം നിറച്ചു. അവൻ തൻ്റെ ബൈക്കും എടുത്ത് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിന്നു. ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ സിദ്ധുവും ബസ്സിൽ കയറി വന്നു. തൻ്റെ അരയിലേക്ക് വരുന്നവനെ കണ്ടതും പവി അന്തം വിട്ട് നോക്കുന്നുണ്ട്. ചേച്ചി, ഒന്ന് മാറിയിരിക്കൂ പ്ലീസ്. ഞാനേ ഇവിടെ ഒന്നിരുന്നോട്ടെ. പവിയുടെ അരികിലിരിക്കുന്ന സ്ത്രീയോട് സിദ്ധു പറഞ്ഞതും അവനെ ഒന്നിരുത്തി നോക്കി. ചേച്ചി, ഞാനിവളുടെ ഭർത്താവാണ്. സംശയിക്കേണ്ട, ഏർലി മാരേജാണ്. വേണേൽ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. സിദ്ധുവിൻ്റെ സംസാരം കേട്ട ആ സ്ത്രീ ആണോ എന്ന പോലെ പവിയെ നോക്കി. അന്നേരം പവി അതെ എന്ന പോലെ തലയണക്കി. ആ സ്ത്രീ എഴുന്നേറ്റ് തൊട്ടു മുന്നിലെ ആളൊഴിഞ്ഞ സീറ്റിലിരുന്നതും സിദ്ധു അവരോട് നന്ദി പറഞ്ഞു പവിയുടെ അരികിലിരുന്നു. പവി അവനെ രൂക്ഷമായി നോക്കി മുഖം തിരിച്ചു. ബസ്സിലൊക്കെ യാത്ര ചെയ്ത കാലം മറന്നു. എന്ത് രസാലേ, പവിയോട് ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് സിദ്ധു പറഞ്ഞു.
എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല. അല്ല, നീ എന്തിനാ ബസ്സിൽ കയറിയേ? അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളുടെ ചോദ്യം. എനിക്ക് ബസ്സിൽ കയറാൻ തോന്നി, അതുകൊണ്ട് കയറി. നിന്നെ വീട്ടിലാക്കിയിട്ട് ഞാൻ തിരികെ ഇങ്ങോട്ട് ബസ് കയറും, എന്നിട്ട് എൻ്റെ ബൈക്ക് എടുത്ത് പോയിക്കോളാം. സിദ്ധു പറയുന്നത് കേട്ട് പവി ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് കണ്ടക്ടർ അവരുടെ അരികിൽ വന്ന് ടിക്കറ്റ് നൽകി. പവി, ഓക്കെ, ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാലോ എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് പവി അവനെ കൂർപ്പിച്ചു നോക്കി. അടുത്ത സ്റ്റോപ്പിൽ നിന്നും ഒരു കുഞ്ഞുമായി വന്ന സ്ത്രീ സിദ്ധുവിൻ്റെ അരികിൽ വന്ന് നിന്നു. അവരുടെ ആ നിൽപ്പും ഭാവവും നോട്ടവും കണ്ട് സിദ്ധുവിൻ്റെ കാര്യം പിടികിട്ടി. കൊച്ചിനെ ഇങ്ങ് താച്ചേച്ചി എന്നും പറഞ്ഞ് സിദ്ധു കൊച്ചിനെ വാങ്ങിച്ചു. അല്ല പിന്നെ, കഷ്ടപ്പെട്ടൊപ്പിച്ച സീറ്റ് അങ്ങനെ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞുള്ള സിദ്ധുവിൻ്റെ ഇരിപ്പും ഭാവവും കണ്ട് പവിക്ക് ചിരി വന്നു. അവളുടെ നോട്ടം 1 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന കുഞ്ഞിലേക്ക് നീണ്ടു. അവൾ സിദ്ധുവിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു തൻ്റെ മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പവിയെ സിദ്ധു നോക്കി നിന്നു. പവി കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിക്കുന്നത് സിദ്ധു അസൂയോടെ നോക്കി. അന്നേരം പവി എന്താ എന്ന പോലെ ചോദിച്ചു പുരികം പൊക്കിയതും അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. നമുക്കും ഇതുപോലൊരു ക്യൂട്ട് ബേബി വേണ്ടേ? അവളുടെ കാതോര അവൻ സ്വകാര്യം പോലെ പറഞ്ഞു. അന്നേരം അവളിൽ നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇത് മോളാ, നിനക്കാദ്യം വേണ്ടത് മോനല്ലേ? പവി അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എനിക്കാദ്യം മോന് വേണമെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീയല്ല അന്ന് രാത്രി കള്ളു കുടിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? അക്കൂട്ടത്തിലെ നീ പറഞ്ഞു നിനക്ക് 5 കുട്ടികൾ വേണമെന്ന്. ആദ്യം 4 ആൺകുട്ടികളും പിന്നെ ഒരു പെൺകുട്ടിയും. ഞാൻ അങ്ങനെ പറഞ്ഞാ? ആ പറഞ്ഞു. ആ, എനിക്ക് ഓർമ്മയില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന്? 5 എന്നെ കൊണ്ട് പറ്റില്ല. അവളുടെ സ്വരം നേർത്തിരുന്നു. പിന്നെ എത്ര പറ്റും? അവൻ ചോദിച്ചു. പോവിടുന്ന്. അവൾ അവൻ്റെ കയ്യിൽ ചെറുതായി നുള്ളി. അവനും കുഞ്ഞിനെ കൊഞ്ചിച്ചു തുടങ്ങി. കുഞ്ഞിനെ ഉമ്മ വെക്കുന്ന കൂട്ടത്തിൽ കൊടുത്തു അവൾക്ക് ഒരുമ്മ. അവൾ തൻ്റെ കവിളിൽ പിടിച്ചു അവനെ നോക്കി. സിദ്ധു കള്ളച്ചുരിയുടെ സീറ്റിലേക്ക് വിശാലമായി ചാരിയിരുന്നു. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ പിന്നിലേക്ക് നീണ്ടു. പിൻ സീറ്റിലിരിക്കുന്ന വയസ്സനായ ചേട്ടൻ സ്വീൻ പിടിച്ച് രസിക്കുകയാണ്. ശേഷം ആക്കിയുള്ളൊരു ചിരിയും. എൻ്റെ സ്വന്തം ഭാര്യ ചേട്ടാ എന്നും പറഞ്ഞ സിദ്ധു എങ്ങനെയോ രംഗം മാനേജ് ചെയ്തു. അപ്പോഴേക്കും കൊച്ചിൻ്റെ അമ്മ ഒരു സീറ്റ് ഒപ്പിച്ച് കൊച്ചിനെ വാങ്ങിച്ചു. അടുത്ത നിമിഷം 4-5 ആൾക്കാർ ബസ്സിലേക്ക് കയറി വന്നു. വണ്ടി നീങ്ങി തുടങ്ങി. പെട്ടെന്നാണ് അവരിലൊരാൾ ഡ്രൈവറുടെ കഴുത്തിന് നേരെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി വണ്ടി അവർ പറഞ്ഞ ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടാൻ പറയുന്നത്. തങ്ങളുടെ കയ്യിൽ ബോംബുണ്ടെന്നും ശബ്ദമുണ്ടാക്കിയ ബോംബ് പൊട്ടി ബസ് കത്തിച്ചാമ്പലാവുമെന്നും പറഞ്ഞ് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയതും എല്ലാവരിലും ഭയം നിറഞ്ഞു. അവരിലൊരുത്തൻ യാത്രക്കാരോട് എല്ലാവരോടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സിം തങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞതും ഓരോരുത്തരായി തങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു തുടങ്ങി. പവി ഭയത്തോടെ സിദ്ധുവിൻ്റെ കയ്യിൽ വട്ടം ചുറ്റി പിടിച്ചു. പേടിക്കണ്ട എന്ന പോലെ അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. സിദ്ധുവിൻ്റെ കണ്ണുകൾ വന്ന ഗുണ്ടകളിൽ ഓരോരുത്തരെയായി വീക്ഷിച്ചു തുടങ്ങി. സിം എടുക്ക്. സിദ്ധുവിന് നേരെ അവന്മാർ വന്നു നിന്നു. തൻ്റെ കയ്യിൽ ഫോണില്ലെന്ന് അവൻ പറഞ്ഞതും അവന്മാർ അവൻ്റെ ദേഹം പരിശോധിച്ച് ഫോണില്ലെന്ന് ഉറപ്പുവരുത്തി. പവി ധൃതിയിൽ ചില്ലുവിൻ്റെ നമ്പറിലേക്ക് എന്തോ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തി. ശേഷം അവൾ സിം ഊരി അവരെ ഏൽപ്പിച്ചു. അവന്മാർ സിമ്മൊക്കെയും ഒരു കവറിലാക്കി ലോഡുമായി അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന ചരക്ക് വണ്ടി ലക്ഷ്യം വെച്ച് സിം കവർ അവരെറിഞ്ഞു. അടുത്ത നിമിഷം വണ്ടി ഇടുങ്ങിയ റോഡിലേക്ക് നീങ്ങി തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഓരോരുത്തരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി.